ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏഞ്ചൽ മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന ദിവസം മംഗളവാർത്ത കാലത്തിന് 4ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന ദിവസം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ രക്ഷാപദ്ധതിയിലേക്ക് ദൈവം യൗസേപ്പ് പിതാവിനെ വിളിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുക. ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ 2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ്: പ്രശ്നങ്ങൾക്ക് നടുവിലും ശാന്തമായി ഉറങ്ങാൻ പഠിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ ശാന്തമായി ഒരു കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിനെയാണ് നമ്മൾ കണ്ടെത്തുക. പ്രശ്നങ്ങൾ ഏറെ ഉണ്ടായിരുന്ന യൗസേപ്പ് പിതാവിനെങ്കിലും അവൻ ശാന്തമായി ഉറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് യൗസേപ്പ് പിതാവ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കലുഷിതമായ സമയത്തും ശാന്തമായി ഉറങ്ങാൻ പരിശ്രമിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കഴിഞ്ഞത്? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവം കാണുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിനെ ഏൽപ്പിച്ച ശേഷം അവൻ ശാന്തമായി ഉറങ്ങുകയാണ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്ന് അവന് വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് അവൻ ശാന്തമായി ഉറങ്ങുന്നു. അത് നമുക്കെല്ലാവർക്കും മാതൃക നൽകേണ്ട ഒരു ചിന്ത കൂടിയാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ മനുഷ്യനെ ഗാഢനിദ്രയിൽ ആഴ്ത്തിയ ശേഷം അവന്റെ വാരിയിൽ നിന്നും സൃഷ്ടി നടത്തുന്ന ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പല അവസരങ്ങളിലും ഉറക്കവുമായി ബന്ധപ്പെട്ട, നിദ്രയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, പല സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രശ്നങ്ങൾക്ക് നടുവിൽ അല്ലെങ്കിൽ കടൽ ശോഭിക്കുന്ന അവസരത്തിൽ ശാന്തമായി ഉറങ്ങുന്ന കർത്താവ്, അമരത്ത് തലയണ വെച്ച് കിടക്കുന്ന കർത്താവിനെ കുറിച്ചുള്ള ചിത്രം നമ്മൾ ധ്യാനിക്കും. ഉറക്കത്തെക്കുറിച്ച് വിശുദ്ധഗ്രന്ഥം മുഴുവൻ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നല്ലൊരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണ്. നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തൊരു ഉന്മേഷമാണ്. അതുപോലെ തന്നെ ഉറങ്ങാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്ത് ഉറക്കമുളയ്ക്കാതെ കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കടം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. അപ്പോൾ നല്ലൊരു ഉറക്കം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രശ്നങ്ങൾക്ക് നടുവിലും ഉറങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ ലക്ഷണമാണ്. യൗസേപ്പ് പിതാവ് ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് ശാന്തമായിട്ട് ഉറങ്ങാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വളരുവാനായിട്ട് ഈ ചിന്ത നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവം കണ്ടെത്തിക്കൊള്ളും എന്നുള്ള ഒരു ബോധ്യം നമ്മളിൽ വളരുമ്പോഴാണ് ഈ ഒരു ശാന്തമായ ഉറക്കം നമ്മളിലേക്കും കടന്നു വരിക. പ്രശ്നങ്ങളിൽ തലപുകഞ്ഞ് ആലോചിക്കാതെ, പ്രശ്നങ്ങളിൽ അടിപതറാതെ, പ്രശ്നങ്ങളിൽ സ്വരമുയർത്താതെയൊക്കെ ജീവിക്കുവാനായിട്ട് ഈ ചിന്ത നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇനി 2ാമത്തെ ചിന്ത ഇപ്രകാരമാണ്: നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ നീ ആലോചന നടത്തേണ്ടത് ദൈവത്തോടാണ് എന്നുള്ളതാണ് 2ാമത്തെ ചിന്ത. ഇന്നത്തെ സുവിശേഷത്തിൽ യൗസേപ്പ് പിതാവ് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ യൗസേപ്പ് പിതാവ് തൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ആലോചന നടത്തിയത് കൂട്ടുകാരോടോ നാട്ടുകാരോടോ വീട്ടുകാരോടോ ഒന്നും ആയിരുന്നില്ല, മറിച്ച് ദൈവത്തോടായിരുന്നു. ഉറക്കത്തിൽ നിന്നേറ്റ യൗസേപ്പ് പിതാവ് ദൈവത്തിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുക. പ്രിയമുള്ളവരെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ കഴിവുള്ള ദൈവത്തെ മറന്ന് മനുഷ്യരിൽ ആശ്രയം വെക്കരുത്, അല്ലെങ്കിൽ മനുഷ്യനോട് ആലോചന നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്തയാണ് ഈ 2ാമത്തെ ചിന്ത നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നമ്മളും അങ്ങനെയാണോ ചെയ്യാറുള്ളത്? നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളോട് പറയും, നമ്മുടെ സഹോദരങ്ങൾ പറയും, കൂട്ടുകാരോട് പറയും. ഏറ്റവും ഒടുവിൽ ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അണയാറുള്ളൂ. അത് നമ്മളെല്ലാവരുടെയും ഒരു കുഴപ്പമാണ്. എന്നാൽ ഈ ചിന്ത നമ്മളോട് പറയുകയാണ്: നിന്റെ എല്ലാ പ്രശ്നങ്ങളും ആദ്യം നീ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി പറയുക. അവിടെ കൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരും. ദൈവത്തിന്റെ സന്നിധിയിൽ ശാന്തമായി ഇരിക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും ഒക്കെ ഈ ചിന്ത നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട്, ദൈവം പറയുന്ന രീതി പ്രവർത്തിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.